ശബരിമല കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്നലെ നടത്തിയ ഒരു പരാമർശമുണ്ട്. അതായത് ആഗോള കവർച്ചാ സംഘത്തിന് പോലും ഇതിൽ പങ്കുണ്ടെന്ന്. സുഭാഷ് കപൂറിനെ പോലെയാണോ സുരേഷ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള പരാമർശം? അപ്പോൾ ഈ പെട്ടെന്ന് ആളുകൾ കേൾക്കും ഈ സുഭാഷ് കപൂർ അതാരാ, എന്താണ് ഈ ശബരിമലയുമായിട്ടുള്ള ബന്ധം? സാർ ഒന്ന് വിശദീകരിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് ഈ സുഭാഷ് കപൂറിനെ പരാമർശിച്ചത് എനിക്കും അത്ഭുതമായിട്ട് തോന്നി. ഈ തമിഴ്നാട്ടിൽ ഒക്കെയാണല്ലോ വലിയ ക്ഷേത്രങ്ങളും ഈ ചോഴന്മാരുടെ കാലത്ത് രാജരാജ ചോഴൻ, രാജേന്ദ്ര ചോഴൻ ഇല്ലേ, അതെ, അവര് പിന്നെ അവർക്കുള്ള വലിയ ബംഗ്ലാവുകൾ പണിയുന്നതിന് പകരം നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഈ രാജരാജ ചോഴന്റെയോ ഏതെങ്കിലും രാജാവിൻ്റെയോ മറ്റോ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടേ ബൃഹത്തായ കൊട്ടാരങ്ങളല്ല കാണുക, വലിയ ക്ഷേത്രങ്ങളാണ് കാണുന്നത്. അപ്പോൾ അവര് പൈസ ഉണ്ടാക്കിയിട്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും ഇത് സഹസ്രാബ്ദങ്ങളായിട്ട് നിലനിൽക്കുകയും ചെയ്യുകയാണ്. ശ്രീരംഗം ക്ഷേത്ര ഉദാഹരണത്തിന് യേശുവിനൊക്കെ മുമ്പുള്ള ക്ഷേത്രമാണത്. അപ്പോൾ ഈ നമ്മുടെയൊക്കെ ഈ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ വർഷമില്ലേ, ഇംഗ്ലീഷ് വർഷം, ഇതിനൊക്കെ മുമ്പത്തെ ക്ഷേത്രങ്ങളൊക്കെയാണ് തമിഴ്നാട്ടിൽ പലതും ഉള്ളത്. അവരുടെ ബംഗ്ലാവുകൾക്ക് പകരം അവർ പൈസയൊക്കെ ചിലവാക്കി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെയുള്ള ഇത്രയും വർഷം പഴക്കമുള്ളതല്ലേ, സഹസ്രാബ്ദങ്ങൾ, അവയിൽ നിന്നൊക്കെയുള്ള വിഗ്രഹങ്ങളൊക്കെ മോഷ്ടിച്ച് കടത്തിയിരുന്ന ആളാണ് സുഭാഷ് കപൂർ. ഇയാൾക്ക് ന്യൂയോർക്കിൽ മ്യൂസിയം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. ഇപ്പം ഇയാള് തിരുച്ചിയില്ലേ, ട്രിച്ചി സെൻട്രൽ ജയിലിൽ കഴിയാണ്. ഇയാള് വിഗ്രഹമോഷണത്തിന് ജർമ്മനിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഇയാൾ ഇന്ത്യക്ക് ഡിപ്പോർട്ട് ചെയ്തതാണ്, ഇന്ത്യക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയതാണ് സുഭാഷ് കപൂറിനെ. ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ പൗരനാണ് സുഭാഷ് കപൂർ. അപ്പോൾ സുഭാഷ് കപൂറിന് തന്നെ ശബരിമലയിലെ കൊള്ളസംഘമായിട്ട് ബന്ധമുണ്ടോ? ഇല്ലേ? അതെ. ഉണ്ണികൃഷ്ണൻ പോറ്റി സുഭാഷ് കപൂറിനെ പോലുള്ള വല്ല ആഗോള വിഗ്രഹ മോഷണ സംഘവുമായി ബന്ധപ്പെട്ട ആളാണോ? ഇതൊക്കെയല്ലേ ഹൈക്കോടതി ഉന്നയിക്കുന്ന സംശയങ്ങൾ. അത് അന്വേഷിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ശബരിമലയിലെ ശ്രീകോവിൽ വാതിൽ ഇല്ലേ, കട്ടള, ഇത് മറ്റേ സ്ട്രോങ് റൂമിൽ പഴയതുണ്ട് എന്നാണല്ലോ പറയുന്നത്. പഴയത് പുതിയത് വെച്ചു, മല്ലിയൊക്കെ കൊണ്ടുവന്നു ഇല്ലേ, മല്ലിയ 2.5 കിലോയുടെ സ്വർണ്ണോ മറ്റോ ഇല്ലേ വാതിലിൽ പോയിരുന്നു. ഇതൊന്നുമില്ല. അപ്പൊ പഴയ വാതിലെടുത്ത് സ്ട്രോങ് റൂമിൽ വെച്ചു എന്ന് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് പഴയ വാതിലാണോ എന്ന് അന്വേഷിക്കണം. അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പഴയ വാതിലെടുത്തിട്ട് ആഗോള ഈ വിഗ്രഹമോഷണ സംഘത്തിന് കൈമാറിയോ? വിഗ്രഹമോഷണ സംഘം മാത്രമല്ല, ആഗോള ആന്റീക്കില്ലേ, അമൂല്യമായ വസ്തുക്കൾ അങ്ങനെ കൈമാറിയോ? സ്വകാര്യ ശേഖരങ്ങളിൽ ലോകത്തിന്റെ ഏതെങ്കിലും കോണിലുണ്ടോ, ഏതെങ്കിലും മ്യൂസിയത്തിലുണ്ടോ ഈ പഴയ വാതിൽ, പഴയ കട്ടള? ഇതൊക്കെ അന്വേഷിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഈ സുഭാഷ് കപൂർ, അയാളെ പോലെ ഈ ചാൾസ് ശോഭരാജിനെ പറ്റി പറയില്ലേ, ആളുകളെ കൊല്ലാനും ചാൾസ് ശോഭരാജിനെ പോലെ വേറൊരാളില്ല എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ വിഗ്രഹമോഷണത്തിന്റെ കാര്യത്തിൽ സുഭാഷ് കപൂറിനെ പോലെ വേറൊരാളെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല. 2000 കോടി രൂപയുടെയാ അയാള് മോഷണമൊക്കെ നടത്തിയതിന്റെ മൂല്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇയാളെ സുഭാഷ് കപൂർ ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ പൗരൻ. 2011 ഇയാളെ അറസ്റ്റ് ചെയ്തത് ജർമ്മനിയിൽ. എന്നിട്ട് ഇന്ത്യക്ക് വിട്ടുകിട്ടി. എന്നിട്ട് ശിക്ഷ കൊടുക്കുകയാണ്. ക്ഷേത്ര വിഗ്രഹങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചുകൊണ്ടിരുന്നത്. പല വിഗ്രഹങ്ങളും തിരിച്ചു കിട്ടി. കാരണം ഇയാൾ മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയതാണെന്ന് നമ്മൾ അമേരിക്കയിലെ മ്യൂസിയത്തിനോടൊക്കെ പറയുന്നു. സർക്കാരുമായിട്ട് കത്തിടപാടുകൾ നടത്തുന്നു, നമുക്ക് തിരിച്ചു കിട്ടുന്നു. ഇങ്ങനൊരു പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2011 ഒക്ടോബർ 30 ജർമ്മനിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്ന് 19 വിഗ്രഹം ഇയാൾ കടത്തിയ കേസിലാണ് ശിക്ഷിച്ചിരിക്കുന്നത്. വേറെയും 3 കേസുകൾ തമിഴ്നാട്ടിലുണ്ട്. അതിൽ 10 വർഷം തടവ്. അപ്പൊ അതിൽ നിന്നും മോചിപ്പിച്ചാൽ തന്നെ ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്യും. പിന്നെ അമേരിക്കയിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. അതുകൊണ്ട് ഇയാളെ വിട്ടുകിട്ടണമെന്ന് അമേരിക്ക നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കേസിൽ ഇയാളോടെ 10,000 രൂപയോ മറ്റോ പിഴയൊടുക്കാനോ മറ്റോ പറഞ്ഞപ്പോൾ ഇയാൾ പിഴയൊടുക്കിയില്ല, ചെറിയ തുകയായിട്ടും. കാരണം പിഴയൊടുക്കിയില്ലെങ്കിൽ 4 മാസം കൂടി ഇന്ത്യൻ ജയിലിൽ തന്നെ കിടക്കാമല്ലോ, അമേരിക്കയ്ക്ക് പോകണ്ടല്ലോ. അത് വിചാരിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇയാള് കംബോഡിയയിൽ നിന്ന്
പിന്നെ ഈ കംബോഡിയ അങ്കൂർ വാട്ടൊക്കെ ഉള്ള സ്ഥലമല്ലേ, പഴയ ക്ഷേത്രങ്ങളും ഒക്കെ. കംബോഡിയയിൽ നിന്നും ഇയാൾ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട്. ഇയാൾ ഈ ശബരിമലയെ പറ്റി ഈ ഹൈക്കോടതി ഇയാളെ ബന്ധിപ്പിച്ചത് എന്താണെന്നറിയോ? ആ നരേഷ് എന്ന് പറഞ്ഞൊരാൾ ഇതിന്റെ റെപ്ലിക്ക ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇയാളുടെ തന്ത്രം ആണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പയറ്റിയിരിക്കുന്നത്. റെപ്ലിക്ക ഉണ്ടാക്കുക, ഈ മൂല സംഗതി, അതായത് ശരിക്കുള്ള വാതില് കടത്തുക, ഇതിന്റെ റെപ്ലിക്ക ഉണ്ടാക്കുക, മാതൃക. എന്നിട്ട് ഈ റെപ്ലിക്ക വെച്ചിട്ട് ഇയാൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടുന്ന് വിഗ്രഹം പോലെ എന്തെങ്കിലും കടത്തുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് വേണം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയും ഇത് അത്ര പഴക്കമൊന്നുമുള്ള പുരാവസ്തു അല്ല കേട്ടോ എന്ന് പറയും. അപ്പൊ ആർക്കിയോളജിക്കൽ സർവേ കാണിക്കുന്നത് എന്താണെന്നറിയോ? ആ റെപ്ലിക്കയില്ലേ, മാതൃക ഉണ്ടാക്കിയത്, ഇതാ കാണിക്കുക. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഈ മൂലവിഗ്രഹം ഒരുപാട് വർഷം പഴക്കമുള്ളത്, ശബരിമലയിലെ ശരിയായ വാതില്, ഇതൊക്കെ പുറത്തേക്ക് കയറ്റുമതി ചെയ്യുക. അതായത് മോഹവില കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങ് മാറ്റും അല്ലെ? മോഹവില കൊടുക്കാൻ പറയുന്ന സാധനം വിദേശത്തേക്ക് കടത്തുമ്പോൾ അതിന് മോഹവില ഇല്ല എന്നുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് കടത്തുന്നത്. മോഹവിലയുള്ളത് ഇവിടുന്ന് കടത്താൻ പറ്റില്ല. പക്ഷെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കാണിക്കുന്നത് ഈ അനുകരണ മാതൃക, റെപ്ലിക്ക, അതുണ്ടാക്കിയിട്ടാണ് കാണുന്നത്. അപ്പൊ ശബരിമലയുടെ കാര്യത്തിലും റെപ്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ട് ആന്ധ്രയിലെ നരേഷിനെ കൊണ്ട് ഹൈദരാബാദില്. അപ്പൊ അതുകൊണ്ട് സുഭാഷ് കപൂറിനെ പോലെ ഏതൊരു സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിലില്ലേ? ഇന്റർനാഷണൽ സംഘമായിരിക്കാം. അതാണ് ഹൈക്കോടതി പറയുന്നത്. അപ്പോൾ ഇയാൾ 19 വിഗ്രഹം അരിയല്ലൂരിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ആണ് കടത്തിയിരിക്കുന്നത്. അരിയല്ലൂർ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഓർമ്മയിലൊക്കെ കിടക്കുന്നത്, അവിടെ പണ്ടൊരു ട്രെയിൻ അപകടം ഉണ്ടായി. ആ ട്രെയിൻ അപകടത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചു. അതാണ് അരിയല്ലൂർ എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലെ. അപ്പോൾ ഇയാൾ കോടതി ഇതിൻ്റെ കൂടെ പിഴ വിധിച്ചിരുന്നു 7000 രൂപ. 7000 രൂപ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 10,000 അല്ല 7000, അത് കൊടുത്തില്ല. അപ്പം 3 മാസം കൂടി ഇയാളുടെ തടവ് ഇയാൾക്ക് നീട്ടിക്കിട്ടി. അപ്പോൾ അമേരിക്കയിലേക്ക് പോകാനുള്ളൊരു സ്ട്രാറ്റജി ഇയാളുടെ ആയിട്ടാണ് എടുക്കുന്നത്. 3 കേസ് കൂടി തമിഴ്നാട്ടിൽ ഇനി വിചാരണ കിടക്കുന്നുണ്ട്. ഇപ്പം 77 വയസ്സുണ്ട് ഇയാൾക്ക്. അമേരിക്കയുടെ കണക്കിൽ അമേരിക്കയിൽ ഇയാൾ ആർട്ട് ഗാലറി നടത്തിയതായിട്ട് ന്യൂയോർക്കിലെ അറ്റോർണി പറഞ്ഞിട്ടുണ്ട്. 2500 പുരാവസ്തുക്കൾ ഇയാൾ കടത്തിയത് ഇതുവരെ കണ്ടു കിട്ടിയിട്ടുണ്ട്. 2011 മുതൽ 2022 വരെയാണ് അത് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഇതിനെല്ലാത്തിനും കൂടി ഈ കണ്ടു കിട്ടിയതിന് $143 മില്യൺ വരും, 1267 കോടി രൂപ. അപ്പോൾ 2022 ഒക്ടോബറിൽ മൻഹാട്ടൻ ഡിസ്ട്രിക്റ്റ് അറ്റോർണി ആൽവിൻ ബ്രാഗ് പറഞ്ഞത് 307 ഈ വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും ഇയാൾ മോഷ്ടിച്ചത് ഇന്ത്യക്ക് മടക്കി കൊടുത്തു എന്നാണ്. 307. അതിന് $4 മില്യൺ വരും, 35 കോടി രൂപയുടേത് ഇന്ത്യക്ക് മടക്കി കിട്ടി ഇയാൾ മോഷ്ടിച്ചത്. 235 അന്വേഷണം തുടങ്ങിയ ശേഷവും കണ്ടുകിട്ടിയിട്ടുണ്ട്. 100 കൂടി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ജൂൺ 23 മോദി അമേരിക്കയിൽ ഇന്ത്യക്കാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഈ സുഭാഷ് കപൂറിൻ്റെ പേര് മോദിയും പറഞ്ഞിരുന്നു. അപ്പോൾ ഇയാളുടെ മ്യൂസിയത്തിൻ്റെ പേര് ആർട്ട് ഓഫ് ദി പാസ്റ്റ് എന്നാണ്, ന്യൂയോർക്കിലെ ആർട്ട് ഓഫ് ദി പാസ്റ്റ്. അത് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിയം കൂടി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ, ഇയാൾക്ക് തന്നെ വിൽക്കുകയും ചെയ്യാം ഇത് കൊണ്ടുപോയിട്ട് അമൂല്യ വസ്തുക്കൾ. അത് മാഡിസൺ അവന്യൂയിലാണ്. അപ്പോൾ ഈ ഇന്റർപോളിൻ്റെ അന്വേഷണ പട്ടികയിൽ ഇയാളുടെ പേര് കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇയാളെ ജർമ്മനിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളാണ് കടത്തിയതെന്ന് കണ്ടെത്തിയിട്ട് അരിയല്ലൂരിൽ നിന്ന് 94 കോടി രൂപയുടെ
വിഗ്രഹങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചത്. ഇതൊക്കെ ആർട്ട് ഓഫ് ദി പാസ്റ്റ് എന്ന് പറഞ്ഞ് ഇയാളുടെ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നു. ഇയാൾ എപ്പോഴും ഈ മോഷണത്തിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചരിത്രകാരന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഇയാൾ ഈ മൂല്യം കണക്കാക്കുന്നത്. ഇയാൾ ചരിത്രകാരന്മാരുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ അമേരിക്കയിൽ മ്യൂസിയം നടത്തുന്ന ഒരാൾ ആണ് ചരിത്രകാരന്മാർ കരുതുന്നത്. അല്ലാതെ കൊള്ളയിൽ ചരിത്രകാരന്മാർക്ക് പങ്കില്ല. ഓരോ അമ്പലത്തിൻ്റെയും പഴക്കം ഇയാൾ ചോദിക്കും, വിഗ്രഹത്തിൻ്റെ പഴക്കമൊക്കെ. അങ്ങനെയാണ് ഇയാൾ അമൂല്യം ആയത് കണ്ടെത്തുന്നത് ചരിത്രകാരന്മാരുടെ സഹായത്തോടു കൂടി. എന്നിട്ട് 3 തരത്തിലാണ് ഇയാൾ മോഷ്ടിച്ചു കൊണ്ടിരുന്നത്. ഒന്ന്, ശബരിമല ഓർമ്മ വരുന്ന കാര്യമാണ്. പൂജാരിക്ക് കോഴ കൊടുക്കും, ജീവനക്കാർക്ക് കോഴ കൊടുക്കും, എന്നിട്ട് റെപ്ലിക്ക ഉണ്ടാക്കും ഇതിൻ്റെ മാതൃക. രാത്രി തന്നെ ആണ് ഈ ഓപ്പറേഷനൊക്കെ നടത്തുക. ശബരിമലയിൽ നടന്നിട്ടുണ്ടല്ലോ. അതെ. 2, ക്ഷേത്രാധികാരികൾ സഹകരിച്ചില്ല എന്ന് ഇരിക്കട്ടെ, എങ്കിലും ഇയാൾ കള്ളന്മാരെ ഉപയോഗിക്കും. മോഷ്ടിച്ച് തരാൻ പറയും. കള്ളന്മാർക്ക് വലിയ പൈസ ഒന്നും കൊടുക്കില്ല, അവർക്ക് അമൂല്യ വസ്തു എന്നറിയില്ലോ. 10,000 രൂപ മുതൽ 50,000 രൂപ വരെ ഇയാൾ കള്ളന്മാർക്ക് കൊടുത്തിട്ടുള്ളൂ. 3, പൂജ നടക്കാത്ത ക്ഷേത്രങ്ങൾ, ഈ ഉപേക്ഷിക്കപ്പെട്ടതുമൊക്കെ കാട്ടിലുമൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ മോഷ്ടിച്ച സാധനം ഓരോ സ്ഥലത്തു നിന്നും പച്ചക്കറി ലോറി, പലചരക്ക് ലോറിയിൽ ഒക്കെ പലചരക്ക് പച്ചക്കറി എന്നുള്ള മട്ടിലാണ് കടത്തുന്നത്. എന്നിട്ട് ഇത് കാഠ്മണ്ഡുവിലേക്ക് കൊണ്ടുപോകും, നേപ്പാൾ. അവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകും. സിംഗപ്പൂരിൽ നിന്നാണ് UK-യിലേക്കോ US-ലേക്കോ കടത്തുന്നത്. 13 രാജ്യങ്ങളിൽ നിന്ന് ഇയാൾ കടത്തിയിട്ടുണ്ട് വിഗ്രഹങ്ങൾ. ഇയാൾ ഒരിക്കൽ സിംഗപ്പൂരിലെ ഇയാളുടെ കാമുകിയെ തേച്ചു. അങ്ങനെയാണ് ഇയാൾ പിടിക്കപ്പെടുന്നത്. അപ്പോൾ കാമുകി തേച്ചു കഴിയുമ്പോൾ പ്രതികാര ദുർഗയാവുമല്ലോ ഈ കാമുകിമാര്. അപ്പോൾ ഈ കാമുകി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഒരുപാട് വിഗ്രഹങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിരന്തരം അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് കത്തെഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇയാളെ പറ്റി. അപ്പോൾ റെപ്ലിക്ക ഉണ്ടാക്കി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ASAയിൽ നിന്ന് കടലാസ് മേടിച്ചിട്ടാണ്. ഇയാൾക്കൊരു കയറ്റുമതി ഇറക്കുമതി സ്ഥാപനം ഉണ്ടായിരുന്നു, നിംബസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം മ്യൂസിയം, ഇറക്കുമതി കയറ്റുമതി സ്ഥാപനം, കള്ളന്മാര്, ക്ഷേത്ര പൂജാരിമാര്, തന്ത്രിമാര്, ഇങ്ങനൊരു വലിയ നെറ്റ്വർക്ക് ഇയാൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഈ നെറ്റ്വർക്കിൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ് 2011 ഇയാളെ പിടിക്കുന്നത്. 2004 പോറ്റി ശബരിമലയിൽ വന്നില്ലേ കേശാന്തിക്കാരൻ്റെ അല്ലേ ശിഷ്യനായിട്ടൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ പോറ്റിക്ക് സുഭാഷ് കപൂറിന്റെ സംഘവുമായിട്ട് ബന്ധമുണ്ടോ, ഇത് അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.